കാരണം നിങ്ങൾ ലോൺ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണോ? സിബിൽ സ്കോർ കുറവാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും. പക്ഷേ ആ ലോണിന് നിങ്ങൾ അധിക പലിശ നൽകേണ്ടി വരും എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ചില സമയങ്ങളിൽ കൂടുതലായും ചില സമയങ്ങളിൽ കുറവായും കാണുന്നത്? മുകളിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് കരകയറേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുകയാണോ? എന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എങ്ങനെയാണ് നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്തേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പേ നമ്മൾ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്ന് മനസ്സിലാക്കാം. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് നമ്മളുടെ ക്രെഡിബിലിറ്റി വെർത്തിനെസിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിന് സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും നമുക്ക് എക്സാംസ് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് എക്സാംസ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എക്സാം കഴിയുമ്പോൾ ഒരു എക്സാം റിപ്പോർട്ടും കിട്ടും. അതിൽ നമ്മളുടെ മാർക്കും നമുക്ക് അറിയാൻ സാധിക്കും. ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എത്രത്തോളം ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഫിനാൻസിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്രത്തോളം നമ്മളുടെ ഫിനാൻസ് മാനേജ്മെന്റ് പ്രോപ്പറായി ചെയ്യുന്നു എന്ന കാര്യം ബാങ്കിന് മനസ്സിലാകുകയുള്ളൂ. നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേഗത്തിൽ ലോൺ ലഭിക്കുകയും നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ ഇടപാടുകളിലും വളരെ ഫലപ്രദമായി ആ ഒരു സ്കോർ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ മാർക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? നമ്മൾ ക്രെഡിറ്റ് സ്കോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് സ്കോർ വരേണ്ടത് ഇൻ ബിറ്റ്വീൻ 300 to 900. ഈ 300-നും 900-നും ഇടയിലാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ വരേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് സ്കോറിന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ പണം ആവശ്യമാണ്. പണം ചിലപ്പോൾ നമ്മളുടെ സാലറിയിൽ നിന്ന് കൂടുതൽ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരും. ഒരുപക്ഷെ നമ്മൾ വീട് പണിയണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാർ എന്തെങ്കിലും വാങ്ങണമെങ്കിലോ നമ്മളുടെ സാലറി നമുക്ക് തികയാതെ വരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ലോൺ എടുക്കുന്നു. ലോണിന് വേണ്ടി പോകുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സിബിൽ സ്കോറിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ സിബിൽ സ്കോർ പ്രോപ്പറായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കാനായി ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെൻഡേഴ്സിനെയോ ആരെങ്കിലും സമീപിക്കുമ്പോൾ നമ്മളുടെ സിബിൽ സ്കോർ കറക്റ്റായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിലും ലോൺ ലഭിച്ചേക്കാം. പക്ഷെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പലിശ നൽകേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് സ്കോറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് സെക്യൂർ ലോൺ വിത്ത് ലോ ഇൻട്രസ്റ്റ്. അതായത് നിങ്ങളുടെ സിബിൽ സ്കോർ 750-ന് കൂടുതലാണെങ്കിൽ, മോർ ദാൻ 750 ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിനർത്ഥം. അത്തരത്തിലൊരു 750 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് ലോൺ കിട്ടും. വളരെ വേഗത്തിൽ തന്നെ ലോൺ ലഭിക്കുകയും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയും ചെയ്യുന്നു. സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതി നിങ്ങളൊരു റാങ്ക് ഹോൾഡർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 10th-ന് ഫുൾ A+ ഉണ്ട്. +2-ലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ A+ ഉണ്ടെങ്കിൽ വളരെ നല്ല കോളേജിൽ വളരെ സിമ്പിളായി അഡ്മിഷൻ കിട്ടുന്നു. ഫീസ് ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നു. ഞാൻ പറഞ്ഞു 300-നും 900-നും ഇടയിൽ വരുന്ന ആ ഒരു സിബിൽ സ്കോർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോർ ദാൻ 750 നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സ്കോർ ഉണ്ട്. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലോൺ ലഭിക്കുകയും വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് അടച്ചാൽ മാത്രം മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിബിൽ സ്കോറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് സ്കോറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ലോൺ വിത്ത് ലോ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം അത്രയും, അതായത് നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു തുകയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ലോൺ എമൗണ്ട് ലഭിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ സിബിൽ സ്കോർ പൂർ ആണ്, വളരെ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരികയാണെങ്കിൽ നിങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നൽകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സിബിൽ സ്കോർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആ ഒരു ഫിനാൻഷ്യൽ ലൈഫിലെന്ന്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണമാണ് ലേറ്റ് ഓർ മിസ്ഡ് പേയ്മെന്റ്. നിങ്ങളൊരു ലോൺ തുക എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
അതായത് ലേറ്റ് ഓർ മിസ്ഡ് പേയ്മെന്റ്. നിങ്ങൾ തിരികെ അടയ്ക്കാൻ വൈകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം അടയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുന്നു. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് ഹൈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. അതായത് 30% മുതൽ 40% വരെ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 30% മുതൽ 40% വരെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടിയ തുകയിൽ നിന്നും അധികമായി ഉപയോഗിക്കുന്നു. അതും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ ഒരു കാരണമാണ്. അതായത് നിങ്ങൾ കൂടുതലായി ദൂർത്തടിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ആണ് മൾട്ടിപ്പിൾ ലോൺ ആപ്ലിക്കേഷൻ. നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ സാധാരണയായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. എവിടെ ലോൺ കിട്ടുന്നോ അവിടെ എല്ലാം പോയി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം പോയി ലോണിന് അപ്ലൈ ചെയ്താൽ അതും നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കാനുള്ള കാരണമായി മാറുകയാണ്. അടുത്ത പോയിന്റ് ആണ് ഡീഫോൾട്ടിംഗ് ഓൺ ലോൺസ്. ഒരു പക്ഷേ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിലും നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. അടുത്ത പോയിന്റ് ആണ് എറർ ഇൻ യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ തെറ്റായ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയ ഡീറ്റെയിൽസും വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ പ്രോപ്പറായി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാനുള്ള കാരണങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും മോശമാകും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാവും ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ ഇനി എൻ്റെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇനിയും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആ ഒരു സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹൗ ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ. എങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ്. FD എന്താണെന്ന് അറിയാം, ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് SBM ക്രെഡിറ്റ് പേ FD ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇവരുടെ ട്രാൻസാക്ഷന് വേണ്ടി ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. ആ ഒരു ആപ്പിന്റെ പേരാണ് ക്രെഡിറ്റ് പേ. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ്. നമ്മൾ ഈ ഒരു ആപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് എവരിഡേ നമ്മളുടെ UPI യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇരിക്കണമെന്നുള്ള ആവശ്യകതയും ഇല്ല. നമ്മളുടെ ഇൻകം പ്രൂഫിന്റെ ആവശ്യകതയും ഇവിടെ ഇല്ല. അത് മാത്രമല്ല 3% വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇത് ഏത് ബാങ്ക് ആണ്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാങ്കിൽ നിന്ന് FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ സാധിക്കുന്നത്? അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത്? അതെല്ലാം നമുക്ക് ഇനി ഒന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ബാങ്കിൽ നിന്ന് ഒരു FD കാർഡ് വാങ്ങുകയാണെങ്കിൽ അവരുടെ ലിമിറ്റ് നമുക്ക് നൽകിയിരിക്കുന്നത് 90%. എന്താണ് ഈ 90% എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ FD എമൗണ്ട് ഇട്ടിട്ടുള്ളതെങ്കിൽ അതിന്റെ 90% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 90,000 രൂപ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ ആ നിക്ഷേപിച്ച 1 ലക്ഷം രൂപയുടെ പലിശയും നമുക്ക് ലഭിക്കുന്നു. അതായത് ഒരു വെടിക്ക് 2 പക്ഷി. നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ 90% ഉപയോഗിക്കാനും സാധിക്കും. പക്ഷെ നമ്മൾ നിക്ഷേപിച്ച തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഏൺ ഇൻട്രസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ പൈസ എടുത്ത് ഉപയോഗിച്ചാലും നമ്മൾ നിക്ഷേപിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഏൺ ഇൻട്രസ്റ്റ്. അടുത്ത പോയിന്റ് ആണ് ഡോണ്ട് നീഡ് ക്രെഡിറ്റ് സ്കോർ. അതായത് നമുക്ക് വലിയ രീതിയിലുള്ള ക്രെഡിറ്റ് സ്കോർ ഒന്നും ആവശ്യമില്ല. നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ലഭിക്കുന്നു. അടുത്ത് നമ്മൾ അപ്രൂവ്ഡ് റേറ്റ് നോക്കുകയാണ്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, എനിക്കിത് കിട്ടുമോ, എനിക്ക് ഇത് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. 100% അവരുടെ അപ്രൂവ്ഡ് റേറ്റ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഇത് ലഭിക്കുമെന്നതാണ് ഇവരുടെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് സ്റ്റാർട്ടിംഗ് ഫ്രം. നമ്മൾ മറ്റുള്ള ബാങ്കുകളൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് FD സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 2,000, വെറും 2,000 രൂപ ഉപയോഗിച്ച് നമ്മളുടെ അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ FD അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ക്വിക്ക് പ്രോസസ്. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോസസ് എല്ലാം നടക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ KYC നോക്കുകയാണെങ്കിൽ വിത്തിൻ 5 to 10 മിനിറ്റ്സിൽ നമുക്ക് KYCയും ലഭിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ വെർച്വൽ കാർഡ് ആവശ്യമുണ്ടെങ്കിൽ, വെർച്വൽ കാർഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ വെറും 30 മിനിറ്റിൽ, അതായത് അരമണിക്കൂറിൽ തന്നെ നിങ്ങളുടെ വെർച്വൽ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്കിനി ഇപ്പോൾ ഫിസിക്കൽ കാർഡാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ആ ഒരു, ഞാൻ പറഞ്ഞു 2,000 വെച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്.
മോർ ദാൻ 5,000 റുപ്പീസ് നിങ്ങൾ ആ ഒരു ഫിക്സഡ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് ലഭിക്കും. ഇവിടെ വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത് ലൈഫ് ടൈം ഫിസിക്കൽ കാർഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഇവിടെ വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എബോവ് 5,000 നിക്ഷേപിച്ച് ഫിസിക്കൽ കാർഡ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു ഫിസിക്കൽ കാർഡ് 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. വെറും 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു കാർഡ് നമ്മളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാം വളരെ ക്വിക്ക് പ്രോസസ് ആണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയത്. നമുക്കിനി ഈ ഒരു ആപ്പിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ക്രെഡിറ്റ് പേ ആപ്പ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് 2% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് പേ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ആ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന് നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്കും ലഭിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ FD ബാക്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് പറഞ്ഞു തരാം. വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ FD ആയിട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് ഒരു 20,000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചു എന്ന് കരുതുക. നമ്മൾ നിക്ഷേപിച്ച ആ ഒരു തുകയുടെ 90% നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 20,000 രൂപയുടെ 90% നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് 20,000 രൂപയുടെ 90% ആണെങ്കിൽ നമുക്ക് ഈ ഒരു 20,000 രൂപയിൽ നിന്ന് 18,000 രൂപ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഞാൻ 1,00,000 കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ 1,00,000 നിന്ന് നമുക്ക് ആ ഒരു 90% ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആ ഒരു നിക്ഷേപിച്ച തുകയുടെ പലിശയും നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു എക്സാമ്പിളിലൂടെ 20,000 രൂപ നിങ്ങൾ FDയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ 90% 18,000 രൂപ എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു 20,000 രൂപയിൽ നിന്ന് 18,000 രൂപ എടുത്ത് ഉപയോഗിച്ചു എന്ന് കരുതുക. നിങ്ങൾ ആ ഒരു ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റായി കൃത്യസമയത്ത് റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, സേഫ് ആണ്. നിങ്ങൾ റീപേയ്മെന്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വീണ്ടും പണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഒരു 20,000 രൂപ നിക്ഷേപിച്ച് അതിന്റെ 90% 18,000 രൂപ എടുത്തു. കറക്റ്റായിട്ട് നിങ്ങൾ റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് 18,000 രൂപ വീണ്ടും എടുക്കാൻ സാധിക്കും. നിങ്ങൾ അത് റീപേയ്മെന്റ് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഒരു 20,000 രൂപയിൽ തന്നെ ഏകദേശം വീണ്ടും 36,000, അങ്ങനെ ഇതിന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും. അതായത് വെറും 20,000 രൂപ നിക്ഷേപിച്ച് നിങ്ങൾ കൃത്യമായി റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 20,000 രൂപ ഉപയോഗിച്ച് തന്നെ ഓരോ തവണയും 18,000 രൂപ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു വർഷത്തിൽ ഈ ഒരു 20,000 രൂപ വെച്ച് തന്നെ 15,000 രൂപ മുതൽ 20,000 രൂപ വരെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും ലഭിക്കുന്നു. അതായത് ഒരു 20,000 രൂപ വെച്ച് നമുക്ക് ഇത്രത്തോളം രൂപ ഓരോ മാസം എടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിക്ഷേപിച്ച ആ തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് എല്ലാ വർഷവും ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ബെനിഫിറ്റ്സ്, ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു കാർഡ് പ്രോപ്പറായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കാനും സാധിക്കും. കൃത്യമായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഓരോ തവണയും നിങ്ങൾക്ക് ആ പണം വീണ്ടും എടുക്കാം. അത് മാത്രമല്ല, എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു പണത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ക്രെഡിറ്റ് പേ കാർഡിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ടാകും. നിങ്ങൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ്സ് നിങ്ങളും യൂസ് ചെയ്യൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ന്യൂ ടെക്നിക്കാണ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ട്രഡീഷണലായി നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ. എങ്ങനെയാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ പ്രോപ്പറായി ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ആണ് പേ യുവർ ബിൽ ഓൺ ടൈം. നിങ്ങൾ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം കൃത്യമായി തിരിച്ചടയ്ക്കുക. ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് എല്ലാം ഒരു കടമാണ്, ഒരു ബാധ്യതയാണ്. നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകുക. നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ പണം വാങ്ങിച്ച് കൃത്യമായി തിരിച്ചു നൽകിയില്ലെങ്കിൽ നാളെ അവർ നമ്മുടെ ശത്രുവായി മാറും. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡും. പണം വാങ്ങിച്ച് തിരിച്ചു നൽകിയില്ലെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ പോകും. നാളെ നമുക്ക് അവിടെ നിന്ന് ലോൺ എടുക്കാനും സാധിക്കില്ല. ചിലർക്ക് ചില സമയത്ത് അടയ്ക്കാൻ പണം കയ്യിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ആ ഒരു സമയത്ത് അവർ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു റിമൈൻഡർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൃത്യസമയത്ത് അത് ഓർക്കുകയും നിങ്ങൾക്ക് കറക്റ്റായി നിങ്ങളുടെ ആ ഒരു റീപേയ്മെന്റ് നൽകുകയും പ്രോപ്പറായി ക്രെഡിറ്റ് കാർഡിന്റെ യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും നിങ്ങളുടെ സിബിൽ സ്കോർ ഉയരുകയും ചെയ്യും.
അപ്പോൾ ഒരു റിമൈൻഡർ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് കീപ് യുവർ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. ഇവിടെയാണ് എല്ലാവർക്കും പ്രശ്നം പറ്റുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് 1 lakh ആണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 1 lakhന്റെ 30% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 1 ലക്ഷത്തിന്റെ 30% എന്ന് പറയുന്നത് 30,000 രൂപ. ഈ ഒരു 1 ലക്ഷത്തിൽ നിന്ന് 30,000 രൂപ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. 1 ലക്ഷം രൂപ ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊരു 50, 60, 70, 80 ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. നിങ്ങളുടെ പണം നിങ്ങൾക്ക് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പണത്തിൽ നിന്ന് 30% നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിൽ ഒരു കൺട്രോൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിലെ പണം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാനുള്ള സാധ്യതകൾ അവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പണം എത്രയാണോ അതിനനുയോജ്യമായി കൃത്യമായി ഉപയോഗിക്കാനും നിങ്ങൾ പഠിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് ചെക്ക് യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്. കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ അക്കൗണ്ട്സും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായി നമ്മൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും ഈ പ്രോപ്പറായി ചെക്ക് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹാർഡ് എൻക്വയറി ആണെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ സെൽഫായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി മെത്തേഡ്. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏത് ബാങ്കുമായിട്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം ആദ്യമേ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. കൂടുതൽ വൈകുന്തോറും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ കൃത്യമായി നിങ്ങൾ ഓരോ ഇടവേളകളിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വളരെ ആദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കും. നാലാമത്തെ ഒരു പോയിന്റ് ആണ്, നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവോയ്ഡ് അപ്ലൈയിങ് ഫോർ ടു മച്ച് ലോൺ. എവിടെ ലോൺ കിട്ടുമെന്ന് അറിയുമോ അവിടെ എല്ലാം പോയി ലോണിന് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ അത് നമ്മളുടെ സിബിൽ സ്കോറിനെ കാര്യമായി ബാധിക്കും. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിൽ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ സിബിൽ സ്കോറിനെ മോശമായി ബാധിക്കുകയും അത് ഫ്യൂച്ചറിൽ നമുക്കൊരു ബേർഡനായി മാറുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് ആണ് ഡൈവേഴ്സിഫൈ യുവർ ക്രെഡിറ്റ് മിക്സ്. ക്രെഡിറ്റ് മിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് രണ്ടായിട്ടാണുള്ളത്, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. സെക്യൂർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോം ലോൺ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അൺസെക്യൂർഡ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ലോൺ ആണ് എടുക്കാം. പേഴ്സണൽ ലോൺ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ ഒരേ രീതിയിൽ എപ്പോഴും സെക്യൂർഡ് ലോൺ മാത്രമോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോൺ മാത്രമോ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ രണ്ടിലും ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ബാങ്കിന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ആറാമത്തെ പോയിന്റ് ആണ് ഡോണ്ട് ക്ലോസ് ഓൾ ക്രെഡിറ്റ് കാർഡ്. അതായത് ഇപ്പൊ നിരവധി ക്രെഡിറ്റ് കാർഡ്സ് പല പല ഓഫറുമായി നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിനേക്കാളും ബെറ്റർ ആണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ആ ഒരു ആഡിൽ കണ്ട ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ ക്രെഡിറ്റ് കാർഡിനെ ക്ലോസ് ചെയ്യുകയും പുതിയൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയും ചെയ്യുന്നു. അത് വലിയൊരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്രെഡിറ്റ് സ്കോർ മോശമോ അല്ലെങ്കിൽ നല്ലതോ ആയിക്കൊള്ളട്ടെ, അതൊരിക്കലും ക്ലോസ് ചെയ്യരുത്. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മളുടെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു സിബിൽ സ്കോറിനെ അത് ബാധിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അടുത്ത അവസാനത്തെ പോയിന്റ് ആണ് സെറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ്. നമുക്ക് ആവശ്യമില്ലാത്ത കടങ്ങളെല്ലാം അടച്ചു തീർക്കൂ. ഒരിക്കലും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, കടം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താലും ലോൺ എടുത്താലും ഇതെല്ലാം നമ്മളുടെ ഒരു ബാധ്യതയാണ്. ഏത് തരം ലോൺ എടുത്താലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താലും എന്താണെങ്കിലും കൃത്യമായി അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കും പോകരുത്. നമ്മൾ വലിയ രീതിയിലുള്ള നഷ്ടം സഹിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മളുടെ ഫിനാൻഷ്യൽ ലൈഫ്, അതായത് നമ്മളുടെ ഫിനാൻസ് മൊത്തത്തിൽ തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയുമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്തുക, എങ്ങനെയാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ക്രെഡിറ്റ് സ്കോർ ഉയർത്താനുള്ള ന്യൂ ടെക്നിക്സും അതുപോലെ തന്നെ ട്രഡീഷണൽ ടെക്നിക്സും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ആദ്യം കുറേ ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. അതിനുള്ള എല്ലാ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചോ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു ആപ്പിലെ മെന്റേഴ്സിനെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.